ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ നിഗംബോധ് ഘട്ടിൽ നടക്കും. പ്രത്യേകം സ്ഥലം അനുവദിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തള്ളി. കേന്ദ്ര നടപടിയിൽ കോൺഗ്രസ് കടുത്ത അതൃപ്തി അറിയിച്ചു. ആവശ്യം ഉന്നയിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് കോൺഗ്രസ് പുറത്തുവിട്ടു. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഏത് സാഹചര്യത്തിലാണ് ഒരു പ്രത്യേക സ്ഥലം സംസ്കാര ചടങ്ങുകൾക്കായി അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ നിരാകരിച്ചത്? ഇപ്പോൾ AICC അധ്യക്ഷൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് അത് ഇപ്പം മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, പുറത്തുവിട്ടിട്ടുണ്ടല്ലോ കോൺഗ്രസ് നേതൃത്വം. ആ കത്തിനോട് എന്തെങ്കിലും പ്രതികരണം PMOയിൽ നിന്നോ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നോ ഉണ്ടായിരുന്നോ? വിജയകുമാർ, കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മറുപടിയും PMOയുടെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നോ ഉണ്ടായിട്ടില്ല. PMO ഓഫീസിൽ നിന്നാണ് പൊതുവെ, കാരണം പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തായതുകൊണ്ട് തന്നെ എന്റെ മറുപടിയും അവിടെ നിന്നാണ് ലഭിക്കേണ്ടത്. അങ്ങനെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. മറിച്ച് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത് എന്നുള്ളത് നിഗംബോധ് ഘട്ടിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ അവിടെയായിരിക്കും നടത്തുക എന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പൂർണ്ണ സൈനിക ബഹുമതികൾ എല്ലാം തന്നെ, ഔദ്യോഗിക ബഹുമതികളെല്ലാം ആദരവോടുകൂടി തന്നെ ആയിരിക്കും ഈ ചടങ്ങുകൾ നടത്തുക എന്നും അറിയിച്ചിട്ടുണ്ട്. രാവിലെ 11:45 കൂടിയായിരിക്കും നിഗംബോധ് ഘട്ടിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഈ അന്ത്യകർമ്മങ്ങൾ നടക്കുക. നാളെ 8 മണിയോടുകൂടി ഞാൻ നിൽക്കുന്ന ഈ മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്നും രാവിലെ 8 മണിയോടുകൂടി തന്നെ AICC ആസ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി കൊണ്ടുപോകും. അവിടെ 8:30 ആരംഭിക്കുന്ന പൊതുദർശനം 9:30 പൂർത്തിയായി അവിടെ നിന്നായിരിക്കും ഈ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര നിഗംബോധ് ഘട്ടിലേക്ക് പോവുക. എന്തായാലും നിലവിൽ കോൺഗ്രസ് മുന്നോട്ട് വച്ചത് ഒരു പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യമാണ്. അത് മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയക്കുകയും മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. മറിച്ച് നിഗംബോധിലായിരിക്കും മൻമോഹൻ സിംഗ് അന്ത്യവിശ്രമം കൊള്ളുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത്ത് ഇപ്പോഴും ഈ സമയത്തും പല രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ. ശരി അച്യുതൻ, എന്തായാലും ഒരു പ്രത്യേക സ്ഥലം സംസ്കാര ചടങ്ങുകൾക്കായി അനുവദിക്കണമെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു. അത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. നിഗംബോധ് ഘട്ടിൽ അതിനുള്ള സൗകര്യമുണ്ട് എന്ന് മാത്രമാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ നിരാകരിച്ചു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ ഡൽഹി മോത്തിലാൽ നെഹ്റു റോഡിലെ വസതിയിലെത്തി കോൺഗ്രസ് നേതാക്കളും അന്തരിച്ച നേതാവിന് അന്തിമോപചാരം അർപ്പിച്ചു. നാളെ AICC ആസ്ഥാനത്ത് പൊതുദർശനമുണ്ടാകും. പുതുകാലത്തേക്ക് നയിച്ച ദീർഘദർശിയായ ഭരണാധികാരിക്ക് രാജ്യം വിട ചൊല്ലുകയാണ്. ഡൽഹി മോത്തിലാൽ നെഹ്റു റോഡിലെ വസതിയിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ഇവിടെയെത്തി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. पूर्व प्रधानमंत्री डॉक्टर मनमोहन सिंह जी के निधन ने हम सभी के हृदय को गहरी पीड़ा पहुंचाई है. उनका जाना एक राष्ट्र के रूप में भी हमारे लिए बहुत बड़ी क्षति है. കോൺഗ്രസ് നേതൃത്വവും ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാദരമർപ്പിച്ചു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ പ്രിയ നേതാവിന് വിട ചൊല്ലാനെത്തി. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും മോത്തിലാൽ നെഹ്റു റോഡിലെ വസതിയിലെത്തി. ലോക നേതാക്കളും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ അനുശോചനമറിയിച്ചു. നാളെ രാവിലെ മൃതദേഹം AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് പൊതുദർശനം. ഇതിനുശേഷം വിലാപയാത്രയായി മൃതദേഹം സംസ്കാരത്തിന് കൊണ്ടുപോകും. 24 ഡൽഹി. രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച പെരിയ ഇരട്ടക്കൊലയിൽ CBI കോടതി നാളെ വിധി പറയും. കൊല്ലപ്പെട്ട കൃപേഷിനും ശരത് ലാലിനും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കല്യോട്ട് ഗ്രാമം. തെളിവുകളും സാക്ഷികളും കോടതിയിലെത്തിയെന്നതിന്റെ ആത്മവിശ്വാസം കല്യോട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്.
കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകത്തിനു ശേഷം നിരവധി അക്രമ സംഭവങ്ങളാണ് പെരിയ, കല്യോട്ട് ഭാഗങ്ങളിൽ അരങ്ങേറിയത്. ചെറുപ്പക്കാരുൾപ്പെടെ നിരവധി പേർ ഇരുഭാഗങ്ങളിലും ക്രിമിനൽ കേസുകളിൽ പ്രതികളായി. 5 വർഷത്തിനിപ്പുറം കൊലപാതക കേസിൽ വിധി വരാനിരിക്കെ CBI കോടതിയിലാണ് കല്യോട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ മുഴുവൻ. ഇന്ന് കേരളം ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ കല്യോട്ട് പ്രദേശവും കാസർഗോഡ് ജില്ലയും ലോകത്തിലെ മലയാളികളും പ്രതീക്ഷിക്കുന്ന ഒരു വിധിയായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് വരുമെന്നുള്ള കാര്യത്തിൽ 24 പ്രതികൾക്കും കടുത്ത ശിക്ഷ തന്നെ ഇതിനകത്ത് ലഭിക്കാവുന്ന രീതിയിലുള്ള തെളിവുകളും അതിൻ്റെ സാക്ഷികളെയൊക്കെ ഇതിനകത്ത് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല കേരളം പ്രതീക്ഷിക്കുന്ന, ഒരു കുടുംബം പ്രതീക്ഷിക്കുന്ന ഒരു വിധി തന്നെയാണ് ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത്. കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പ്രോസിക്യൂഷന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രതിഷേധമുയർന്നിരുന്നു. സംസ്ഥാന സർക്കാർ പ്രതികൾക്ക് വേണ്ടി നിലകൊണ്ടെന്നാണ് വിമർശനം. സുപ്രീം കോടതി ഇടപെട്ടതാണ് കേസിൽ വഴിത്തിരിവായതെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. 5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഏറ്റവും ശക്തമായ ഒരു വിധി തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഈ കേസിനകത്ത്, ഇതിനകത്ത് കൊലപാതകത്തിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് വധശിക്ഷ കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെ ഉണ്ട്. ഒപ്പം ബാക്കിയുള്ള പ്രതികൾക്ക് അവരുമായി ചുമത്തപ്പെട്ട കുറ്റങ്ങളിൽ ഏറ്റവും പരമാവധി ശിക്ഷ ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. കൊച്ചി CBI കോടതി കേസിൽ നാളെ വിധി പറയാനിരിക്കെ സംയമനം പാലിക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 കാസർഗോഡ്. വിവാദങ്ങൾക്ക് തിരികൊളുത്തി പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്കൊപ്പം വേദി പങ്കിട്ട് കോൺഗ്രസ് നേതാവ്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച MT അനുസ്മരണ പരിപാടിയിൽ കല്യോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബാബുരാജ് പങ്കെടുത്തതാണ് വിവാദമായത്. കേസിൽ നാളെ CBI കോടതി വിധി പറയാനിരിക്കെ പ്രദേശത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ പള്ളിക്കര ഡിവിഷനിൽ നടന്ന MT അനുസ്മരണ പരിപാടിയിലാണ് കല്യോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബാബുരാജ് പങ്കെടുത്തത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 20-ാം പ്രതിയും മുൻ MLA-യുമായ KV കുഞ്ഞിരാമനായിരുന്നു ഉദ്ഘാടകൻ. 14-ാം പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ K മണികണ്ഠൻ വേദിയിലുണ്ടായിരുന്നു. കേസിൽ CBI കോടതി നാളെ വിധി പറയാൻ ഇരിക്കെയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാവും കേസിൽ നിയമപോരാട്ടത്തിനായി കുടുംബത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബാബുരാജ് പരിപാടിയിൽ പങ്കെടുത്തത്. പള്ളിക്കര ഡിവിഷനിൽ നടന്ന പരിപാടിയിൽ കല്യോട്ട് ഡിവിഷനിൽ നിന്നുള്ള പ്രതിനിധിയായ ബാബുരാജ് എന്തിന് പങ്കെടുത്തു എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ഉയർത്തുന്ന ചോദ്യം. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുമതി വാങ്ങിയെന്ന വിശദീകരണമാണ് ബാബുരാജ് നൽകുന്നത്. സംഭവത്തെച്ചൊല്ലി പെരിയയിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷമാണ്. നാളെ വിധി വരുന്ന പശ്ചാത്തലത്തിൽ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. പ്രദേശത്ത് പോലീസ് റൂട്ട് മാർച്ച് നടത്തി. പെരിയ, കല്യോട്ട് ഭാഗങ്ങളിൽ പൊതുപരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തി. സമാധാന ചർച്ചയ്ക്കായി പെരിയയിൽ ASPയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗവും ചേർന്നു. 24 കാസർഗോഡ്. മുനമ്പം ഭൂമി തർക്കത്തിൽ സുപ്രധാന ചോദ്യങ്ങളുമായി വഖഫ് ട്രിബ്യൂണൽ. ഭൂമി എങ്ങനെ സിദ്ദിഖ് സേട്ടിന് ലഭിച്ചുവെന്ന് ട്രിബ്യൂണൽ ചോദിച്ചു. ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാൻ വഖഫ് ബോർഡിന് നിർദ്ദേശം നൽകി. കേസ് ജനുവരി 25-ന് വീണ്ടും പരിഗണിക്കും. മുനമ്പത്തെ തർക്കഭൂമി സംബന്ധിച്ച ഹിയറിംഗിനിടെയാണ് വഖഫ് ട്രിബ്യൂണൽ കേസുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയത്. മുനമ്പത്തെ ഭൂമി നിലവിലെ താമസക്കാർക്ക് വിറ്റ സിദ്ദിഖ് സേട്ടിന് എങ്ങനെ ലഭിച്ചുവെന്ന് ട്രിബ്യൂണൽ ചോദിച്ചു. രാജാവ് ഇഷ്ടദാനം നൽകിയതാണെന്ന് അഭിഭാഷകൻ മറുപടി നൽകിയപ്പോൾ ലീസിന് ലഭിക്കാനല്ലേ സാധ്യത എന്നായിരുന്നു ട്രിബ്യൂണലിന്റെ ചോദ്യം. സമ്മാനമായി ലഭിച്ചതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖ ഉണ്ടോ എന്നും വാദത്തിനിടെ ട്രിബ്യൂണൽ ചോദിച്ചു. 1902 രേഖകൾ പ്രകാരം ലീസ് ഭൂമിയാണെങ്കിൽ വഖഫ് ഭൂമി എന്ന വാദം നിലനിൽക്കില്ല. വിഷയത്തിൽ വിവാദം നിലനിൽക്കുന്ന കാര്യം ട്രിബ്യൂണൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ വിവാദങ്ങൾ കോടതിക്ക് പുറത്തെന്നായിരുന്നു സിദ്ദിഖ് സേട്ടിന്റെ അഭിഭാഷകന്റെ വാദം. സമൂഹത്തെയും കോടതിയെയും വേർതിരിക്കാനാകില്ലെന്നും മാധ്യമങ്ങളടക്കം പ്രശ്നത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും കോടതി പറഞ്ഞു. കേസ് അടുത്ത മാസം 25-ന് പരിഗണിക്കാനായി മാറ്റി. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഭൂമിയുടെ ഉടമസ്ഥത വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ പുതിയ വിവാദം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കും 2019 മുതൽ കോൺഗ്രസിനുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്ന കെ മുരളീധരന്റെ തുറന്നു പറച്ചിലാണ് നേതൃത്വത്തെ വെട്ടിലാക്കിയത്. കെ മുരളീധരന്റെ വെളിപ്പെടുത്തലുകളെ പ്രതിപക്ഷ നേതാവ് തള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് കോൺഗ്രസിനും UDF-നുമെതിരെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമുന്നയിച്ച് CPIM രംഗത്ത് വന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇത് പ്രചാരണ വിഷയമാക്കാനും CPIM ശ്രമം നടത്തി. എന്നാൽ പിന്തുണക്കാര്യം പരസ്യമായി അംഗീകരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല. CPIM-ന്റേത് ഭൂരിപക്ഷ പ്രീണനമെന്ന വാദമുയർത്തി പ്രതിരോധിക്കുകയായിരുന്നു നേതാക്കൾ. ഇതിനിടയിലാണ് കെ മുരളീധരൻ ജമാഅത്തെ ഇസ്ലാമി ബന്ധം തുറന്നു പറയുന്നത്. 2016 വരെ ഞാൻ മത്സരിച്ച ഒരു ഇലക്ഷനിലും ജമാഅത്തെ ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല. 2016 തന്നു. കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. എന്നാൽ കെ മുരളീധരനെ പൂർണ്ണമായും തള്ളുകയാണ് നേതൃത്വം.
2019 ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയത് LDFനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ 2019 മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു പൊതു പിന്തുണ കോൺഗ്രസ് നൽകിയിട്ടില്ല. ചിലപ്പോൾ ഒരു 4-5 സ്ഥാനാർത്ഥികളെ ആർക്കെങ്കിലും ഒരു മുന്നണിയിൽ കൊടുത്തു കാണാം. ആ കൂട്ടത്തിൽ വട്ടിയൂർക്കാവിൽ പിന്തുണ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ നടത്തിയ മുസ്ലിം വർഗീയചേരി പരാമർശം ജമാഅത്തെ ഇസ്ലാമി ബന്ധമുദ്ദേശിച്ചാണെന്ന് CPIM വാദിക്കുന്നതിനിടെയാണ് K. മുരളീധരന്റെ തുറന്നു പറച്ചിൽ. 24 തിരുവനന്തപുരം. ക്രിസ്മസ് കേക്കിന്റെ പേരിൽ തൃശൂരിൽ രാഷ്ട്രീയ വിവാദം. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനിൽ നിന്ന് കേക്ക് സ്വീകരിച്ചതിൽ തൃശൂർ മേയർ MK വർഗീസിനെ അതിരൂക്ഷമായി വിമർശിച്ച് CPI നേതാവ് VS സുനിൽകുമാർ രംഗത്തെത്തി. എന്നാൽ VS സുനിൽകുമാർ പറഞ്ഞതിനെ വില കൽപ്പിക്കുന്നില്ല എന്നായിരുന്നു മേയറുടെ മറുപടി. ക്രിസ്മസ് ദിനത്തിൽ സ്നേഹസന്ദേശയാത്രയുടെ ഭാഗമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മേയർ MK വർഗീസിന്റെ വീട്ടിലെത്തി കേക്ക് കൈമാറിയതാണ് ഇപ്പോഴത്തെ വിവാദം. മേയർക്ക് ചോറിവിടെയും കൂറ BJPയോടും ആണെന്ന് VS സുനിൽകുമാർ പറഞ്ഞതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. കേക്ക് കൈമാറ്റം യാദൃശ്ചികമല്ലെന്നും മുന്നണി രാഷ്ട്രീയത്തോടാണ് കൂറ് പുലർത്തേണ്ടതെന്നും VS സുനിൽകുമാർ. അല്ല, മേയർ ചോറിവിടെയും കൂറ അവിടെയുള്ള ഒരാളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും പ്രവർത്തിച്ച BJPക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ മേയർ. താൻ ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും VS സുനിൽകുമാറിന്റെ പ്രസ്താവന മുഖവിലക്കെടുക്കുന്നില്ല എന്നും മേയറുടെ മറുപടി. ഒരു കേക്ക് എന്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്നുദ്ദേശിച്ച് ഞാൻ ഇവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയെന്നാണോ ചരിത്രം? വെറുതെ പറഞ്ഞാൽ പോരല്ലോ, തെളിയിക്കണം ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. അതല്ല മര്യാദ. VS സുനിൽകുമാറിനെ അതിരൂക്ഷമായി വിമർശിച്ച് BJP ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നു. ഈ സുനിൽകുമാറിനെ പോലുള്ള ആളുകൾ തൃശ്ശൂർ പലതരത്തിലുള്ള കുത്തിത്തിരിപ്പ്, വെറുപ്പിന്റെ രാഷ്ട്രീയം അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് നരേന്ദ്രമോദിയെ ചെന്ന് കാണാൻ സാധിക്കുന്നത്? പിണറായി വിജയൻ നരേന്ദ്രമോദിയെ പോയി കാണാറുണ്ടല്ലോ, CPMന്റെ നേതാക്കന്മാർ പോയി നരേന്ദ്രമോദിയെ കാണാറുണ്ടല്ലോ. മേയറെ അവിശ്വസിക്കേണ്ട എന്ന നിലപാടുമായി CPIM CPI കൗൺസിലർമാർ രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. സുനിൽകുമാറിന്റെ കേക്ക് പ്രസ്താവനയിൽ LDFൽ കടുത്ത അതൃപ്തിയാണുള്ളത്. 24 തൃശൂർ. മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള ടൗൺഷിപ്പിനായി സർക്കാരിന് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി കോടതി തള്ളി. ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും തുക കുറവാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വയനാടിന്റെ മനസ്സറിഞ്ഞ വിധിയെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പ്രതികരിച്ചു. എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കുന്നതിനെതിരെ ഉടമകൾ നൽകിയ ഹർജി തള്ളിയാണ് സർക്കാരിന് ആശ്വാസമാകുന്നതും ദുരന്തബാധിതർക്ക് പ്രതീക്ഷയുമാകുന്ന ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. എസ്റ്റേറ്റ് ഭൂമികൾക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാം. എസ്റ്റേറ്റ് ഉടമകൾ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് സർക്കാരിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും നഷ്ടപരിഹാരത്തിൽ തർക്കമുണ്ടെങ്കിൽ ഉടമകൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. നാളെ മുതൽ സർക്കാരിന് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താം. കോടതി വിധി സ്വാഗതം ചെയ്ത് മന്ത്രി K. രാജൻ രംഗത്തെത്തി. പുതുവത്സര ദിനത്തിൽ സ്പോൺസർമാരുമായി മുഖ്യമന്ത്രി സംസാരിക്കുമെന്നും മന്ത്രി. ഒരു സമയം പോലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് കോടതി വിധി ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ കോടതി വിധി മനുഷ്യൻ്റെ ഹൃദയം അറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിൻ്റെ വികാരം കോടതി പൂർണ്ണമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെയും പ്രധാനപ്പെട്ട തെളിവാണ്. വിധിയെ മുണ്ടക്കൈ ചൂരൽമല ആക്ഷൻ കൗൺസിൽ സ്വാഗതം ചെയ്തു. പുനരധിവാസത്തെ സർക്കാർ ഗൗരവത്തോടെ സമീപിച്ചില്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ സമീപനത്തിൽ മാറ്റം വരുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. ആദ്യത്തെ ആവേശം ഇപ്പോൾ കാണുന്നില്ല. ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് എല്ലാ നടപടിക്കും. ഇങ്ങനെ നീണ്ടുപോയാൽ ഞങ്ങൾ വേറെ ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്നും മാറി വ്യത്യസ്തമായൊരു നിലപാടെടുക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. അതേ പറയാനുള്ളൂ. എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനെതിരെ ഹാരിസൺ മലയാളം ലിമിറ്റഡ്, എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആകെ ഏറ്റെടുക്കുന്നത് 143 ഹെക്ടർ ഭൂമിയാണ്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമമനുസരിച്ച് നഷ്ടപരിഹാരം നൽകണമെന്നതായിരുന്നു എസ്റ്റേറ്റ് ഉടമകളുടെ പ്രധാന ആവശ്യം. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.